ഇപ്പോൾ എന്താണ് നമ്മുടെ പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയിലെ ഒരു ശതകോടീശ്വരനായ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സമ്പന്നന അദാനി, ഗൗതം അദാനി, അദ്ദേഹത്തിനെതിരായിട്ട് അമേരിക്കയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുക. അത് ഇന്ത്യയുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം അഴിമതി കാട്ടി തട്ടിപ്പ് നടത്തി. അതാണ് അമേരിക്കയിലെ പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ അത് ഇന്ത്യയെ കൂടെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ബന്ധങ്ങളെ മറ്റു രാജ്യങ്ങളുമായുള്ള. അപ്പോൾ അതൊന്ന് ചർച്ച ചെയ്യണം സഭയിൽ. രാജ്യത്തെ ബാധിക്കുന്ന കാര്യമായുള്ളത് സഭയിൽ ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം അതിശക്തമായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന് ഭരണപക്ഷം തയ്യാറല്ല. അദാനി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് BJP, മോദി അല്ലെങ്കിൽ അമിത് ഷാ ഇവരൊക്കെ അങ്ങ് വല്ലാതെ അങ്ങ് അക്ഷമരാവുകയാണ്. അവർക്ക് ഇരിക്കപ്പുറതി കിട്ടുന്നില്ല. അദാനിയുടെ കഥയൊക്കെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ പലതും അവിടെ തുറന്നു കാട്ടപ്പെടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചർച്ച അവർ തടസ്സപ്പെടുത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു അടവ് കണ്ടുപിടിച്ചിരിക്കുക. അമേരിക്കയിലെങ്ങാണ്ട് ഒരു കോടീശ്വരനുണ്ട്, ജോർജ് സോറസ് എന്ന മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേര്. സാമാന്യം നില കാശുള്ള പാർട്ടിയാണ്. ഇയാൾ ഇന്ത്യ വിരുദ്ധനാണത്രേ. ഇയാൾ ജമ്മു കാശ്മീരിന് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറയുന്ന ആളാണത്രേ. നമുക്കറിഞ്ഞുകൂടാ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കോൺഗ്രസിനുമൊക്കെ ഇയാളുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ഇവർ സഹകരിച്ചാണ് നീങ്ങുന്നത്. അപ്പോൾ ഇവർ പാർലമെൻറ്റിൽ പറയുന്നത് കേട്ടാത്തൊന്നും രാഹുൽ ഗാന്ധി ഇപ്പോൾ സോറസിൻ്റെ ചെലവിലാണ് ജീവിക്കുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകളൊക്കെ സ്പോൺസർ ചെയ്യുന്നത് സോറസാണത്രേ. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇന്ത്യയിലെ പൗരനാണ് രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അതിൻ്റെ വിശദാംശങ്ങൾ വളരെ സുതാര്യമാണ്. ആർക്ക് വേണമെങ്കിലും അത് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ആരാണത് സ്പോൺസർ ചെയ്യുന്നത്. ഇപ്പോൾ സോണിയാഗാന്ധിയെയും പിടിച്ചിരിക്കുക ഈ ജോർജ് സോറസുമായിട്ടുള്ള ഏർപ്പാടിൽ. അപ്പോൾ അയാളെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് വന്നിട്ട് അദാനിയിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കൊണ്ട് പോവാം. അതാണിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഉന്നം. സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ 2 സഭകളിലെയും പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന നിലയിൽ ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ ആൻഡ് പസഫിക് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു സഹാധ്യക്ഷയാണ്. വേറെ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ ഉണ്ട്, സഹാധ്യക്ഷയാണ്. അപ്പോൾ ഈ ഫോറത്തിന് ജോർജ് സോറസിൻ്റെ കയ്യിൽ നിന്ന് സാമ്പത്തിക സഹായം കിട്ടുന്ന വേറെ ഏതോ ഒരു സംഘടനയുമായി ബന്ധമുണ്ട്. സോണിയാഗാന്ധിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നല്ല, ഈ ഫോറത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്നല്ല, സോറസിൽ നിന്ന് പണം ലഭിക്കുന്ന മറ്റേതോ സംഘടനയുമായി ഫോറത്തിന് ബന്ധമുണ്ടെന്ന്. അത് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അടച്ചാക്ഷേപിച്ച് അദാനിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു യക്ഷിക്കഥയിലെ കഥാപാത്രം പോലെയാണ് ഈ ജോർജ് സോറസിനെ ഇവർ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ആരാണെന്ന് പോലും നമുക്കാർക്ക് പറഞ്ഞുകൂടാ. വെറുതെ അങ്ങനെ ഒരു ഉമ്മാക്കി കാണിക്കുക സഭയിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മുമ്പിൽ. പക്ഷെ അദാനിയുടെ കേസ് അങ്ങനെയാണോ? വളരെ സമൂർത്തമായ ഒരു കേസാണത്. അത് കോടതിയിൽ നിൽക്കുകയാണ്. പരമാവധി തെളിവുകളുമായി അമേരിക്കൻ പ്രോസിക്യൂട്ടർമാർ ഇപ്പോൾ അദാനിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നിൽക്കുക. അതിനെപ്പറ്റി ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു ഉണ്ടാക്കിയ കഥയല്ലത്, കെട്ടുകഥയല്ലത്. അദാനിയെപ്പറ്റി പറയുന്നത് കെട്ടുകഥയല്ല, നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് പകരം ഈ ജോർജ് സോറസ്, ഞാൻ പറഞ്ഞല്ലോ യക്ഷിക്കഥയിലെ ഒരു കഥാപാത്രം, അയാളെ കൊണ്ടൊന്ന് രക്ഷപ്പെടാം എന്നുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ എന്താണ് രാജ്യസഭയിൽ നടന്നത്? അവിടെ ശൂന്യവേളയിൽ അടിയന്തര പ്രമേയത്തിനുള്ള ധാരാളം നോട്ടീസുകളുണ്ടായിരുന്നു. അതിലൊന്ന് അദാനി വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. അതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് പ്രതിപക്ഷം, അല്ലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം. അതുപോലെ BJPയുടെ ഭാഗത്തു നിന്ന് കോൺഗ്രസും ജോർജ് സോറസുമായിട്ടുള്ള ബന്ധം അത് ചർച്ച ചെയ്യണമെന്ന് ഒരു പ്രമേയം വന്നിട്ടുണ്ട്. നമ്മുടെ ജഗദീപ് ധൻഖർ എന്ത് ചെയ്തു? ശൂന്യവേളയിൽ ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നൊരു റൂളിങ് നൽകുകയാണ്. ഒന്നും ചർച്ചയ്ക്കെടുക്കുന്നില്ല, എല്ലാം നിരാകരിക്കുന്നു. പക്ഷെ അദ്ദേഹം കുറേ കഴിഞ്ഞപ്പോൾ, ശൂന്യവേള കഴിഞ്ഞപ്പോൾ BJPയിലെ ലക്ഷ്മികാന്ത് ബാജ്പായി എന്ന് പറയുന്ന അംഗത്തെ ഈ ജോർജ് സോറസ് കോൺഗ്രസ് പ്രശ്നം സഭയിൽ ഉന്നയിക്കുന്നതിന് ക്ഷണിച്ചു. എന്തൊരു മര്യാദകേടാ! സഭാചട്ടങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും കാര്യപരിപാടികൾക്കും എല്ലാം വിരുദ്ധമായ കാര്യമാണ് ധൻഖർ അപ്പോൾ ചെയ്തത്. അങ്ങനെ വിളിക്കാൻ പറ്റുന്നതല്ല.
സീറോ ഓവറിൽ അദ്ദേഹത്തിന് ആ വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ അതോടൊപ്പം തന്നെ അദാനിയുടെ വിഷയം ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെയാണ് നിഷ്പക്ഷനായ ഒരു സഭാനാഥൻ ചെയ്യേണ്ടത്. അതിനു പകരം ഒരു വെറും BJP-കാരനെ പോലെ, ഒരു BJP നേതാവാണ് കസേരയിൽ ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹം എന്തു ചെയ്യുമോ അതുപോലെ ലക്ഷ്മികാന്ത് വാജ്പേയിയെ വിളിക്കുക. എന്തൊരു മര്യാദകേടാ! എല്ലാ ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ട് പെരുമാറുന്നത് സാധാരണ അംഗമല്ല ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, രാജ്യസഭയുടെ ചെയർമാൻ. അതോടെയാണ് പ്രതിപക്ഷത്തിൻ്റെ ക്ഷമ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊരു സഭാനാഥൻ അല്ലെങ്കിൽ ചെയർമാൻ പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും? ആളമുട്ടിയ പാമ്പും കടിക്കും. അപ്പോഴാണ് ഈ പ്രതിപക്ഷ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ആലോചന നടക്കുന്നത്. ഈ ജഗദീപ് ധൻഖർ എന്ന് പറയുന്ന ആൾ പശ്ചിമ ബംഗാളിലെ ഗവർണറായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായിട്ട് കുസ്തി പിടിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ അദ്ദേഹം കുറേയൊക്കെ വിജയിക്കുകയും ചെയ്തു. BJP നേതൃത്വത്തിന് അദ്ദേഹത്തെ ഇച്ഛ പിടിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് വരുന്നു, ഉപരാഷ്ട്രപതിയാകുന്നു, സഭയുടെ നാഥനാകുന്നു. പ്രതിപക്ഷത്തെ ബലം പ്രയോഗിച്ചും ശബ്ദമുയർത്തിയും അധികാരം കാട്ടിയും നിശബ്ദരാക്കാനുള്ള പഴയ ശ്രമങ്ങൾ ഇപ്പോൾ പഴയതുപോലെ ഫലിക്കുന്നില്ല. പാണ്ഡ്യൻ നായിയുടെ പരിധി ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഭരണപക്ഷം കൂടുതൽ പ്രകോപിതരാകുകയാണ്. അപ്പോഴേ പ്രതിപക്ഷ നേതാക്കളെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ മോശപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്ററി അഫയേഴ്സ് മന്ത്രി കിരൺ റിജിജു പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു. ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കൊപ്പം നിൽക്കുന്നവരാരായാലും അവർക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് വേണം. കിരൺ റിജിജുവിൻ്റെ സുവിശേഷം. അപ്പോൾ ജഗദീപ് ധൻഖർ പറഞ്ഞത്, നമ്മുടെ ഐക്യവും അഖണ്ഡതയും പരമാധികാരവും കളങ്കപ്പെടുത്താൻ അകത്തോ പുറത്തോ ഉള്ള ഏതെങ്കിലും ശക്തികൾ ശ്രമിക്കുകയാണെങ്കിൽ അത് അനുവദിക്കാനാവില്ല. ഇന്ത്യക്കെതിരെ നീങ്ങുന്ന ശക്തികളോട് പോരാടാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. ഇക്കാര്യത്തിൽ ആർക്കാ സംശയം? ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? രാജ്യത്തിനെതിരെ, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ ആരെങ്കിലും നീങ്ങിയാൽ അകത്തോ പുറത്തോ അതിനെതിരെ പോരാടാൻ നമ്മൾ സുസജ്ജമായിരിക്കണം. അത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അത് അദാനിയാണെങ്കിൽ, അദാനിക്കെതിരായിട്ട് കേസ് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് വരികയാണെങ്കിൽ അതാരുമായിക്കൊള്ളട്ടെ, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നത്, അതിനെതിരെ നമ്മൾ പോരാടുക തന്നെ ചെയ്യണം. പക്ഷേ ഇവരൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നുക എന്താ? നരേന്ദ്രമോദിയും അതുപോലെ ജഗദീപ് ധൻഖറും കിരൺ റിജിജുവും ഒക്കെ മാത്രമാണ് ഇന്ത്യയോട് താല്പര്യമുള്ള, ഇന്ത്യൻ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ എന്നാണ്. മറ്റുള്ളവരൊക്കെ രാജ്യവിരുദ്ധരാണ്. അവരെ നമുക്ക് അതിൻ്റെ പേരിൽ ശരിപ്പെടുത്തിയേക്കാം. സർ, 10,000-കണക്കിന് സ്വാതന്ത്ര്യ സമര ഭടന്മാർ ജീവിതവും ജീവനും സ്വത്തുമൊക്കെ ത്യജിച്ച് നേടിയെടുത്തതാണ് ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ അഖണ്ഡത, ഇന്ത്യയുടെ ഐക്യം എന്നൊക്കെ പറയുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത്, പോരാട്ടം നടന്നത്. സർ, നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ശക്തികൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദനത്തിൻ്റെ കാര്യത്തിൽ? എന്താ നിങ്ങൾ ചെയ്തത്? മാപ്പെഴുതി കൊടുത്തിട്ട് തടവിൽ നിന്ന് രക്ഷപ്പെട്ട ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ചരിത്രത്തിൽ അങ്ങനെ പലരും ഉണ്ടല്ലോ. അതിലൊരു കോൺഗ്രസ്സുകാരനുണ്ടോ? ഉത്തുംഗ വ്യക്തിത്വമുള്ള ഗാന്ധിജി, നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, അത്തരത്തിലുള്ള നിരവധി നിരവധി നേതാക്കളുടെ ത്യാഗോജ്വലമായ നേതൃത്വമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. സർ, നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഇവ നിങ്ങളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസിൻ്റെ വല്ലഭായ് പട്ടേൽ പോലുള്ള നേതാക്കളെ ചൂണ്ടാൻ നിൽക്കുക, തട്ടിയെടുക്കാൻ നിൽക്കുക. അതാണ് നിങ്ങളുടെ രീതി. നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊന്നും അവകാശപ്പെടാനില്ല. 1947 ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഉപ്പുചേർട്ട പോലുമില്ലായിരുന്നു. അവിടെ നിന്ന് ഈ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടും വളർത്തിക്കൊണ്ടും വന്നത് ആ പാർട്ടിയാണ്. നമ്മുടെ ചിരവൈരികളായ പാകിസ്ഥാൻ്റെ 2 ചിറകുകളും ഒരേ സമയം അരിഞ്ഞിട്ടത് ആരാ? കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിൻ്റെ ഭരണകൂടമല്ലേ? ഇന്ദിരാഗാന്ധി അല്ലേ? അന്ന് വാജ്പേയി പറഞ്ഞില്ലേ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ദുർഗയാണെന്ന്?
അങ്ങനെ പാരമ്പര്യമുള്ള ഒരു പാർട്ടി നയിക്കുന്ന പ്രതിപക്ഷത്തെയാണ് നിങ്ങൾ ഈ നിങ്ങളുടെ അധികാരവും ശക്തിയും ബലവും ഒക്കെ ഉപയോഗിച്ച്, പിന്നെ ജനാധിപത്യത്തോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത, ബഹുമാനവും ഇല്ലാത്ത നിങ്ങളുടെ ശൈലി ഉപയോഗിച്ച് ഇല്ലാതാക്കാനും നിശബ്ദരാക്കാനും ശ്രമിക്കുന്നത്. ഉപരാഷ്ട്രപതിക്കെതിരായിട്ടുള്ള പ്രമേയം വരുമോ, അത് പാസ്സാകുമോ എന്നൊന്നും എനിക്കറിയില്ല. ബുദ്ധിമുട്ടാണ്. കാരണം ഇനി രാജ്യസഭയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഭൂരിപക്ഷം കിട്ടിയാൽ തന്നെ അത് തന്നെ പ്രയാസമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പിന്നീട് ലോക്സഭയുടെ അംഗീകാരം വേണം. പക്ഷേ ഇതൊരു ചൂണ്ടുപലകയായിരിക്കും, യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷത്തിൻ്റെ ജനാധിപത്യ അവകാശങ്ങൾ ഹനിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ പ്രതിപക്ഷം ഒന്നിച്ചു നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന.